ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളപ്പോൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വൈപ്പിൽ വന്നേക്കണേണ്ട. ലാസ്റ്റ് ബ്ലോക്കിലൊക്കെ വിട്ട് കുറച്ച് വള്ളിയൊക്കെ പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് നേരത്തിനുള്ളിൽ എത്തി. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് പ്രൈസ് വരുന്ന വൈപ്പിൽ അല്ല എന്തിനാണ് ഇല്ലാണ്ടാക്കണ. അപ്പോൾ നമ്മൾ ജയിൻ്റ് വീലിൽ കയറാൻ പോണേണ്. 100 രൂപ ഉണ്ട് ഒരാൾക്ക് ചാർജ്. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ജയിൻ്റ് വീല് നമ്മളങ്ങനെ കയറാൻ പോണേട്ടാ. നമ്മൾ തേഞ്ഞു ഗൈസ്. അതെ, ഊമ്പിച്ച് ഗൈസ്, റിയലി ഊമ്പിച്ച്. എന്ത് തേപ്പാണ് നമ്മ തേഞ്ഞ് അമ്മരൊപ്പം പോയി അടുത്തെങ്കിലും കാണാം. ദിസ് ഈസ് നോട്ട് ഫെയർ. അതെ, ഒരാളും കൂടി കാണാൻ. थोड़ा सर को उधर നമ്മളങ്ങനെ ഞാനും ഉണ്ണി എങ്ങനെ കയറിയിരിക്കുകയാണ്. എക്സ്ക്ലൂസീവ് റൈഡാ, 2 പേരേ ഉള്ളൂ. ഓരോ കൊട്ടയിലും 2 പേര് വെച്ചിട്ടാ. അവന്മാരൊക്കെ ഇനി ഇറങ്ങി എവിടെയുണ്ട്, മുകളിൽ എവിടെയോട്ട് ഉണ്ട്. ഇനി കുറച്ച് ടൈം എടുക്കും ഇത് ഫില്ലാവാൻ. അതാണോ അറിയില്ലട്ടാ. അവന്മാരെ കാണുന്നില്ല, സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. അവര് നോക്കുന്ന പോലില്ല വെള്ളോട്ട്. എന്റെ ഓ, ഞാൻ ലൈഫില് ഫസ്റ്റ് ടൈം കണ്ടിന് നമ്മളങ്ങനെ മുകളിലെത്തി. മോനെ എന്റെ ഫസ്റ്റ് ടൈമാ. ഏതാ മൂഡ്. നമ്മളങ്ങനെ ജയിന്റ് വീലിൽ കയറിയിട്ട് കുറച്ച് പോസ്റ്റ് ഉണ്ട്. ഇത് ആൾക്കാർ ഫില്ലായി എന്നിട്ട് സർക്കിൾ അടിക്കുള്ളൂ. നിങ്ങൾ ഇതൊക്കെ കയറിയിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് കയറണം. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. കറങ്ങുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല കേട്ടോ ഒരു ഫീല്. അറിയാം ഫോണൊക്കെ എടുത്ത് വെച്ചേക്കാം. 1 മണി. നമ്മളങ്ങനെ 1 മണിക്കാണ് സുഹൃത്തുക്കളെ കറങ്ങാൻ കയറുന്നത്. ഇപ്പം നമ്മളെ താഴ്ത്തെത്തിയിട്ടാ. ഇതിപ്പോൾ ലാസ്റ്റ് റൈഡാണ് കേട്ടോ. നമുക്കെന്തോ ഭാഗ്യമുണ്ടല്ലോടാ. ലാസ്റ്റ് റൈഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ആളുകൾ ടിക്കറ്റ് എടുത്തവരെ ക്ലോസ് ചെയ്ത്, കൗണ്ടർ ക്ലോസ് ചെയ്ത്. അപ്പോൾ ടിക്കറ്റ് കൊടുത്തവരെ എന്തായാലും റൈഡ് ചെയ്യിപ്പിക്കണമല്ലോ, അതുകൊണ്ടുള്ള സ്കീമാണ്. അവന്മാരൊക്കെ അവിടെ ഇറങ്ങി നിൽപ്പുണ്ടാവും. ഇപ്പം ഈ റൈഡ് സ്റ്റാർട്ടായിരിക്കാണ്. പയ്യെ കറങ്ങുന്നുണ്ട് കേട്ടോ. അവരിറങ്ങിയിട്ടില്ല ഇപ്പൊ, കണ്ടോ? ഓ ഇതിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ റൈഡും നമുക്ക് കാണാം കേട്ടോ. അവിടെ ഫുഡ് കോർട്ടുണ്ട്. ഇവിടെ ബീച്ചിൻ്റെ സൈഡ് പുതുവൈപ്പി ബീച്ചാണ് ഇത്. ഇവിടെ മറ്റേ വഞ്ചി പോലത്തെ സാധനം. ഇതിനെന്താ പറയണ എനിക്കറിയില്ല കേട്ടോ. ആ, അവിടെ എന്തോ പൂളിൽ കളിക്കുന്ന പറ്റിയിട്ടുണ്ട് കേട്ടോ. അവന്മാരെങ്ങനെ ഇറങ്ങി നിലത്ത് നിൽക്കുന്നുണ്ട്. അശ്വിനൊക്കെ
അവിടെ എല്ലാ റൈഡും ക്ലോസ് ചെയ്യട്ടോ 1 മണി ആയതുകൊണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുള്ളൂ, ഇനി ആൾക്കാരുണ്ട്. വല്ലപ്പോഴേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്കുള്ള ആളുകളൊക്കെ അങ്ങനെ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ വെയിറ്റിങ്ങിലാണ്. തുടങ്ങിയില്ലേ? അപ്പോൾ റൈഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇല്ലല്ലേ ആളെ ഇടുമാരെന്താണ് ഇത് 2 ക്യാബിനും കൂടി ഉണ്ട് ഇറങ്ങാനായിട്ട്. അതൊക്കെ സെറ്റ് മൂഡ് വേണ്ട. തുടങ്ങിയെന്ന ഒരു പ്രതീക്ഷയിൽ വരുമ്പോഴത്തേക്കും ബാക്കിയുണ്ടോ ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കണം കേട്ടോ. സ്റ്റാർട്ട് ഇനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റത്തെ ഡൗൺഫോൾ ഇങ്ങനെ ഗ്രാവിറ്റിയിലോട്ട് നമ്മളിങ്ങനെ വീണ് പോയി. ഇതെല്ലാരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യടാ. അയ്യോ ക്യാമറ വള്ളി കിട്ടാ പോണ്ട. പോസിറ്റീവ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പക്ഷെ താഴത്തോട്ട് പോകുന്നേ അയ്യോ വേണ്ട. അയ്യോ എനിക്ക് പേടി. താഴത്തോട്ടൊന്നും മിണ്ടാൻ പറ്റത്തില്ല ആക്ച്വലി. അയ്യോ അത്ര സൈഡാവോ? എനിക്ക് ഈ സൈഡിൽ നമുക്ക് മാത്രം സേഫ്റ്റി ഡോക്സ് ഒന്നുമില്ല. പിന്നെ അതുമല്ല സേഫ്റ്റി ഒന്നുമില്ല. ഈ വള്ളിയൊക്കെ പൊട്ടിയില്ല, തട്ടിയങ്ങോട്ട് വീഴാന്നേ ഉള്ളൂ. നമ്മളങ്ങനെ റൈഡ് ആ ഒരു എൻജോയ്മെന്റ് ഒക്കെ പെട്ടെന്ന് അവസാനിച്ചിട്ടാ. എന്തായാലും കൊള്ളായിരുന്നല്ലേ? നൈസായിരുന്നു. താഴത്തോട്ട് പോകുന്ന അടിപൊളിയായിരുന്നു. താഴത്തോട്ട് ഒറ്റ ഇടല് പോലെ ബോള് താഴത്തോട്ട് ഇല്ല. ആ ഒരു ഫ്രീ ഒരു മൂവ്മെന്റ് പോലെ തോന്നി. പിന്നെ ഈ തൊട്ടി ഇങ്ങനെ കിടന്ന് ആടും. നൈസ് ഒരു എക്സ്പീരിയൻസാ. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. ബോഡി ഫുള്ള് ഇങ്ങനെ മറ്റേ ഫ്രീ ഫോൾ അതല്ലേ? ഫ്രീ ഫോളിന്റെ ഫീലും ആണ്. പിന്നെ ബ്ലഡ് ഒക്കെ ഫുള്ള് തലയിലോട്ട് പിന്നെ നല്ല തണുപ്പ് വരും. ഏതാ മൂഡ്? എനിക്ക് ആടുമ്പോ എന്തോന്നല്ലേ, എനിക്ക് മെയിൻ പേടി ക്യാമറ കയ്യിൽ നിന്ന് തെറിച്ചു പോയതാണ്. ലാസ്റ്റത്തെ മാത്രം സ്പീഡിലായുള്ളൂ അല്ലേ? ലാസ്റ്റത്തെ നന്നായിട്ട് ചെരിഞ്ഞ് അത്യാവശ്യം. അങ്ങനെ നമ്മുടെ റൈഡ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി പയ്യെ ഇറങ്ങി പോണം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ണി മോഹം കാണിക്കും. ഇതാണ് ഉണ്ണി, കൂട്ടുകാരൻ്റെ അനിയനാണ്. ഇല്ലടാ നമ്മളെ ഇറക്കാനായിരിക്കും. അല്ലല്ല കറക്കുവാൻ തോന്നുന്നു, കാരണം നമുക്ക് ലാസ്റ്റ് ചെയ്തില്ലല്ലോ. ഓക്കെ ഇതെന്താണ് ഒരു പ്രാവശ്യം കൂടി കറക്കണം? അല്ല നമുക്ക് ഫുൾ ഫാസ്റ്റ് എടുത്തില്ല. ഫുൾ ഫാസ്റ്റ് എടുത്തില്ലേ? ആ പക്ഷെ ഒരു പ്രാവശ്യം കൂടി കറക്കുന്നു തോന്നുന്നു. വീണ്ടും കിടക്കള് നമ്മൾ അല്ല എന്റെ തൊപ്പി പറഞ്ഞു പോകും. ഇത് പൊളിയാണ്ടോ ഈ ഒരു ഫീല്. മറ്റേ എയർഫോഴ്സിലൊക്കെ പൈലറ്റാണ് സംഭവം. അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ടാ നമ്മളങ്ങനെ ഇറക്കിയിട്ട് കണക്കെടുക്കാൻ സീനാക്കിയതാണ്. ഫുൾ എക്സ്പീരിയൻസ്
കുറെ നേരം ഇരിക്കാൻ പറ്റിയില്ല അത് കാരണം. ഇല്ല, ഫുള്ളിറക്കില്ല. കിട്ടിയ ആവശ്യത്തിന് എന്തായാലും കൊള്ളാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ടായി ഗൈസ്? മറ്റേ ഫ്രീ ഏത് മറ്റേ എഞ്ചിനാ? ഇതല്ലോ അപ്പുറത്തേക്ക് കണ്ടാ ഇത് സേഫ്റ്റി ഒന്നുമില്ല കേട്ടോ. സേഫ്റ്റി ഒന്നുമില്ല. എൻ്റെ വീടൊന്ന് ക്യാമറ കയ്യിൽ നിന്ന് തൊപ്പി പറന്നു പോകുന്നായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. വലിയ പൈസ ചിലവുള്ള കാര്യമൊന്നുമില്ല, 100 രൂപ കൊടുത്താൽ മതി. എന്തായാലും സാധനം വെറുതെ കൊള്ളാം. ഞങ്ങൾ പിടിച്ചോളാ, നിങ്ങളൊപ്പം കയറാനും പറ്റിയില്ല. ലാസ്റ്റ് പിന്നെ ഞങ്ങക്ക് പോലീസുകാരൊന്ന് പ്രശ്നമാക്കി നിർത്തിച്ച് ആ ഒരു ഫുൾ സ്വിച്ച് കിട്ടിയില്ല. ഇടക്ക് 2 സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. അതുകൊണ്ട് ആ ഒരു സ്പീഡും ആയില്ല. അവർക്ക് അത്ര ഫുൾ സ്പീഡിൽ തന്നെ 2-3 പ്രാവശ്യം കറക്കി. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ആയില്ല. എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പാർട്ട് ഓഫ് ദ എക്സ്പീരിയൻസ് പറ്റി. ഹാപ്പിയാണ്. അപ്പോൾ ഇതുള്ളത് പുതുവൈപ്പി ബീച്ചിലാണ് കേട്ടോ. ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ എല്ലാവരും വരിക. ന്യൂ ഇയറൊക്കെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക. ഞങ്ങളുടെ ന്യൂ ഇയറൊക്കെ ഇങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സായിട്ട് ഇറങ്ങിയേക്കണേ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പയ്യെ തിരക്കും. നമ്മളിനി ഇങ്ങോട്ട് നമ്മളിനി ഫുഡ് കഴിക്കാനാണെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഓഫ് ചെയ്തോളാം. അത്രേ ഉള്ളൂ. സെയിം വീട്ടിൽ പിന്നെ ഇപ്പൊ ബാലൻസ് ചെയ്ത് ഹോൾഡ് മൈ ബിയർ എന്ന് പറയണ ഹോൾഡ് മൈ ഇംഗ്ലീഷ് ബ്രോബി ലൈക്ക് ഹോൾഡ് മൈ ഇംഗ്ലീഷ്. ഏതാ ഹിന്ദിക്കാരനാ? അതെ, ഫോളോവറാണ്. വീഡിയോ ഒക്കെ കാണാറുണ്ട്. താങ്ക് യു. ഒരു സെൽഫി എടുത്തോട്ടെ. ആടാ ബ്ലൂപ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. ബ്രോ ഒരു ഹായ് പറഞ്ഞേക്ക്. പേരെന്തായിരുന്നു? വീട്ടുകാരല്ലോ നിന്റെ പേര്. തല കുത്തിട്ടാ. അത് സീനില്ല. ഓ ഇത് മറ്റേ ഹൊറൈസണിലൊക്കെ ഉണ്ടല്ലേ. ഇപ്പം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലോട്ട് വേണം. അപ്പോൾ ഉറക്കച്ചടവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ ബൈ. വീട് പറയണ. ഒന്നുകൂടി പറ. ഇല്ല പറയണ. ഇല്ല, ഒറ്റ പ്രാവശ്യം ഞാൻ പറയില്ല.